മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനെതിരെ യുവതിയുടെ കുടുംബം ഹൈക്കോടതിയിലേക്ക്. കേസ് തീർപ്പാക്കിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകും. മകൾ നേരിട്ടത് ക്രൂരപീഡനമെന്ന് യുവതിയുടെ പിതാവ് പറഞ്ഞു. പരാതിയില്ലെന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് രാഹുലിന്റെ ഭീഷണി മൂലമാണെന്നാണ് ആരോപണം. ഇവളെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചിട്ട് ആംബുലൻസിനാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ അവനായിട്ട് ജീവിക്കാൻ അവൾ തയ്യാറല്ല, അത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവന് മാനസിക നിലയെന്ന് വെച്ചാൽ ഒരു സൈക്കോ ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതിക്ക് മുമ്പ് അവരെ മാപ്പൊക്കെ പറഞ്ഞ് അവരുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നത് കോടതി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവൻ കുറ്റക്കാരൻ തന്നെയാണ്. അപ്പോൾ എല്ലാ തെളിവുകളും വിപരീതമായപ്പോഴാണ് അവർ ചെയ്ത പ്ലാനാണ് ഇവളെ കസ്റ്റഡിയിലെടുത്ത് മൊഴി മാറ്റിക്കുക എന്നുള്ളത്. അതാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അത് ആലോചിച്ച് ഞങ്ങൾ ചെയ്യും. എ കെ അഭിലാഷും സൈഫുന്നീസ അലിയാരുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. എ കെ അഭിലാഷ്, ഈ രാഹുലിൻ്റേത് കൃത്യമായ ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ എന്നത് കുടുംബത്തിന് ഏതാണ്ട് വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കേസിൽ നിന്ന്, ആദ്യത്തിലുണ്ടായ ഗാർഹിക പീഡന കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം യുവതിയെ സമ്മർദ്ദം ചെലുത്തി മൊഴി മാറ്റിച്ചതാണ് എന്നതാണോ കുടുംബത്തിന്റെ ആരോപണം? ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യണമെന്നൊരാവശ്യമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന് എത്രത്തോളം നിയമ സാധ്യതയുണ്ട്? കുടുംബത്തിന്റെ നടപടികൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും പോലീസ് ജാഗ്രതയോട് കൂടി തന്നെയാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. കാരണം നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ആ പരാതിയിൽ പോലീസിന്റെ കൈപ്പൊള്ളുകയും അതോടൊപ്പം തന്നെ പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി തന്നെ ഈ കേസിൽ ഇടപെടാൻ തന്നെയുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിനു മുമ്പായി തന്നെ ഇതിലൊരു നിയമോപദേശം തേടാനൊരു ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ് എന്നാണ് അറിയുന്നത്. കാരണം നേരത്തെ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്ന ആ കേസ് ഇനി റീ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പ്രധാനമായും ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾക്ക് പുറമെ നേരത്തെ ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ കൂടി ചേർത്ത് അന്വേഷിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുരുതരമായ ഒരു കേസായി മാറുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസ് റീ ഓപ്പൺ ചെയ്യാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ 29-ാം തീയതിയാണ് ഇത് കോഴിക്കോട്ടെ കോടതിയുടെ മുന്നിൽ വീണ്ടും ഈ കേസ് പരിഗണനയ്ക്ക് വരിക. അതിനു മുമ്പായി തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുണ്ടാവും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും കഴിഞ്ഞ മെയ് മാസമാണ് പെൺകുട്ടി ഈ യുവാവിനെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നത്. ആ പരാതിയാണ് ഈ ഹൈക്കോടതി റദ്ദ് ചെയ്യുകയും ഒരുമിച്ച് ജീവിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായി തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ യുവതി പറയുന്നത് തനിക്ക് ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടതില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നു. അതായത് തനിക്ക് മടുത്തു കഴിഞ്ഞു, ഇനി ഈ രാഹുലിനെ കൂടി ജീവിക്കാൻ താൻ താല്പര്യപ്പെടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിനെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് കൂടുതൽ ജാഗ്രതയോട് കൂടി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം നടന്നത്. അതോടൊപ്പം തന്നെ സുപ്രധാനമായ മറ്റൊരു കാര്യം എന്നുള്ളത് നേരത്തെ കേസ് വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് ഷമീം പാക്സാൻ എന്ന് പറയുന്ന അഭിഭാഷകൻ ഇനി വക്കാലത്ത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം കുടുംബം അദ്ദേഹത്തെ സമീപിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് വക്കാലത്ത് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ധാർമ്മികമായി ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഈ ഷമീം എത്തിയിരിക്കുന്നു എന്നാണ് നമ്മോട് തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രാഹുലിനെ സംബന്ധിച്ച് കൂടുതൽ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നു. അതോടൊപ്പം തന്നെ പഴയ ഒരു കേസ് കൂടി റീ ഓപ്പൺ ചെയ്യാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു.